നീ ഒരു കാര്യം ചെയ്യും, ഈ ചീട്ടിലെ മരുന്ന് വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കട്ടോ. എന്നാ അത് പെട്ടെന്നാണ്ട് എത്തിച്ചു കൊടുക്കട്ടോ. ഇത് നമ്മൾ ഹംസാക്കല്ലേ? ഹംസാക്ക് എന്താ ഇവിടെ കിടക്കുന്നത്? ഡോക്ടറെ കാണാൻ വന്നു. തന്നെ വെള്ളം നീച്ചാണ്. എന്താ പറ്റി? തീരെ സുഖല്ലടാ. ഡോക്ടറെ കാണിച്ചു? എന്നിട്ട് ഡോക്ടറൊക്കെ കാണിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞു? പറയങ്ങളേ പറയ്. ഓപ്പറേഷൻ വേണമെന്നാ പറഞ്ഞത്. പിന്നെ ഒരുപാട് സംഖ്യ വരും. നിന്നോട് കൂട്ടിയ കൂടി. ടെൻഷനാലേ. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞേക്ക? എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. തിരിച്ചു പോലെ വണ്ടിക്കൂലൂടി എൻ്റെ കയ്യിലില്ല. ഞാൻ എന്താ ചെയ്യാ? അതിനുകൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. എല്ലാ വഴിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ആഷിക്കേ, ഇവിടെ വാ. നിങ്ങളിവിടെ ഇരിക്കട്ടെ ഹംസാക്ക. ഇപ്പൊ വരട്ടോ. എടാ അനക്കയാളെ മനസ്സിലായോ? മനസ്സിലായിട്ടില്ല. എടാ ഞമ്മളെ ചെറുപ്പത്തിലേ ഞമ്മളെ മഹലിലുണ്ടായിരുന്ന ആളാണ് അയാള്. ആർക്ക് എന്ത് സഹായമാണെങ്കിലും ഏറ്റവും മുന്നിൽ ആദ്യം മൂപ്പരുണ്ടാകുക. അതിനിപ്പോൾ എത്ര നട്ടപ്പാതിരിയാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും മൂപ്പർക്ക് വിഷയമല്ല. ആ കാര്യം നടത്തി കൊടുക്കുക. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് അയാളെ. എനിക്ക് സങ്കടമായി പോയിട്ട് അയാൾ അവിടെ കിടക്കാനിട്ട്. ഷബീറിനെ വിളിച്ച ആ ഫോണിലെത്താ. ഷബീർക്കാ, നിങ്ങൾ പെട്ടെന്ന് വന്നേ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരി. ഇല്ല, മാനുവൊക്കെ നിങ്ങളോടൊന്നും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുന്നു. ചെറിയൊരു ആവശ്യമുണ്ട്. ശരി ശരി, ഞാനിവിടെ തൊട്ടടുത്ത് തന്നെ പോരാട്ടോ. ഇപ്പൊ എത്താ ഇവിടെ അടുത്തുണ്ടെന്നാണ്. എത്താവൂലേ? ഇവിടെ അടുത്തുണ്ടെന്നാ പറഞ്ഞു. ഞാടാ ഒരു വിഷയമുണ്ട്. നമ്മളെ മഹലിലെ ഹംസാക്കല്ലേ പഴയ ഓർമ്മ ഉണ്ടോ? മൂപ്പര് ഇവിടെ സുഖമില്ലാതെ കിടക്കണ്ട്. ഞങ്ങളൊരു മരുന്ന് വാങ്ങാൻ വേണ്ടി വന്ന അപ്പണ്ട് അവിടെ ആ ദിമ്മ കിടക്കണ്ട്. മൂപ്പർക്ക് എന്തോ ഒരു ഓപ്പറേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനിലാണ് ആള്. മൂപ്പര് പണ്ടിന്റെ പെങ്ങളെ കുട്ടിനെ കെട്ടിക്കാനൊക്കെ പിരിവെടുത്ത് അക്കത്തിന് മുന്നിൽ ആളാണ്. ഞാൻ ഓനോട് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോ നമ്മളെ നാടിന്റെ മൊത്തം മൂപ്പരന്നെ ഇനി ഒരു കാലത്ത് നിന്നുള്ളത്. ആരുമില്ല, ഒറ്റക്ക. നമുക്ക് ഒന്ന് പോയി ഒന്ന് ഡീൽ ചെയ്യണം. ശരി ശരി. അസ്സലാമലൈക്കും. മനസ്സിലായോ? അംസുട്ടിയാക്കാന്റെ ഇതെന്തൊക്കെയാ? എന്താ ഡോക്ടർ പറഞ്ഞു? ഡോക്ടർ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞു. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ, ഞങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ. നിങ്ങൾ എണീറ്റാണി? വണ്ടി നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ശ്വാസം വലിച്ചുകൂടി തിരിഞ്ഞിരിക്കും. ഷബീർ, ഇതിപ്പോ കുറച്ച് സീരിയസ് ആണ്. ഇതിനിപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും എന്തായാലും. മൂപ്പർക്കിപ്പോ വേണ്ടപ്പെട്ടവര് ആരെങ്കിലും? വേണ്ടപ്പെട്ടവരായിട്ട് ആരുമില്ല സാറേ. മൂപ്പർക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അതും മരണപ്പെട്ടു പോയി. അതെ. അപ്പോ ഇതിപ്പോ നമ്മളെന്താ ചെയ്യേണ്ടത് ഇനി? സാറേ, ഇതിന് ഏകദേശം എത്ര രൂപ ചെലവ് വരും സാറേ? ഇതിപ്പോ ഏകദേശം ഒരു 6 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട്. 6 ലക്ഷം രൂപ? അത് കുഴപ്പമില്ല, നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാലോ അല്ലേ സാർ? അത് ഞങ്ങൾ റെഡി ആയിക്കോളാം സാർ. ചാരിറ്റി. അത് സാറേ, ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ അതൊരു സുഖമാണ് സാർ. നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മൾ ചെയ്യാൻ സാർ. ആ കുറച്ച് ഇതുണ്ട്, ടയേർഡ് ഉണ്ട്. നമുക്ക് എപ്പോഴും അഡ്മിറ്റ് ചെയ്യാം സാറേ? ഇത് ഇന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യാം നമുക്ക്. സാർ എന്തായാലും അഡ്മിറ്റ് ചെയ്തോ. ഇന്നിപ്പോ നമുക്ക് ചെയ്യാം അല്ലേ? ഓക്കെ ശരി. അപ്പൊ സാർ ശരി, ഓക്കെ, എന്നാ നമുക്ക് അങ്ങനെ ചെയ്യാം. ശരി.
ശരാ കാര്യമൊന്നും വേണ്ടേ? എന്തിനു കരയാണ്? ഇപ്പൊ ശരിയായില്ലേ? കുറവല്ലേ? നല്ല മാറ്റം. പിന്നെന്തിനാ ഇപ്പൊ നിങ്ങള് കരയുന്നു? മരുന്ന് കഴിക്കില്ലേ? മരുന്നല്ല എന്നെ രക്ഷപ്പെടുത്തിയത്. രക്തബന്ധങ്ങളില്ലാത്ത നിങ്ങളെ പോലത്തെ കുറെ ആൾക്കാർ സഹായം കൊണ്ട്. അതൊക്കെ അങ്ങനത്തെ അംസാക്ക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യണ്ടേ? ഞാൻ ഒറ്റപ്പെട്ടു പോയി തോന്നി നിങ്ങളെ കണ്ടുകൊണ്ടേ കഴിക്കാൻ. എന്താ അംസാക്ക, ഞങ്ങൾ നിങ്ങളൊന്ന് കൈത്താങ്ങിയെന്നല്ലേ ഉള്ളൂ. ഇതേപോലത്തെ ഒരു അവസ്ഥ നാളെ പിറ്റേന്ന് ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ വരില്ല എന്ന് ആര് കണ്ടു? അപ്പൊ ചിലപ്പോൾ പടച്ചോന്റെ രൂപത്തിൽ വേറെ ആരെങ്കിലും വന്ന് ഞങ്ങളെ സഹായിക്കും. ആരെങ്കിലും ഇതേപോലെ ബുദ്ധിമുട്ടായി നിൽക്കുമ്പോൾ നമ്മളൊന്ന് കൈത്താങ്ങി കൊടുക്കുക. ചിലപ്പോൾ അതുകൊണ്ടൊരു ജീവൻ തന്നെ രക്ഷപ്പെടും.